രണ്ടുപേരുടെയും പ്രചാരണത്തിൻ്റെ രൂപം എങ്ങനെയായിരിക്കും? ക്യാമ്പസ് ഇലക്ഷൻ്റെ ഒരു സ്റ്റൈലായിരിക്കുമോ പ്രചാരണമൊക്കെ? ജെൻസി ക്യാമ്പയിനുകളായിരിക്കും ഞങ്ങൾ ഏറ്റെടുക്കുക. കാരണം പുതിയ തലമുറയിൽ വിദ്യാർത്ഥികൾക്ക് ആകൃഷ്ടമായ അനേകം ക്യാമ്പയിൻ രീതികളുണ്ട്, റീലുകൾ, ക്യാമ്പയിനുകളെല്ലാം. ആ ജെൻസിയുടെ പ്രതിനിധികളാണല്ലോ ഞങ്ങൾ. അപ്പം ആ ജെൻസി ക്യാമ്പയിൻ ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഞങ്ങൾ എന്ന് പറഞ്ഞ് ന്യൂജൻ പ്രചാരണങ്ങൾ മാത്രമായിരിക്കില്ല, തനത് ക്യാമ്പയിനുകൾ, ചുവരെഴുത്തുകൾ, ബോർഡുകൾ, പര്യടനങ്ങൾ, കുടുംബയോഗങ്ങൾ, സ്ക്വാഡ് പ്രവർത്തനങ്ങളെല്ലാം പരമ്പരാഗത രീതിയിലുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ആകർഷണീയമായ ജെൻസി ക്യാമ്പയിനുകളും കൂടെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഉണ്ടാകും. ആ പുതുമ ഈ ഡിവിഷനുകളിൽ മാത്രമല്ല എല്ലാ ഡിവിഷനിലും ഉണ്ടാകും. പ്രത്യേകിച്ച് ഇവിടെ കാണും SFI. അതെ, അതുപോലെ തന്നെയല്ല പുതിയ പ്രചരണം പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുകയും അതോടൊപ്പം പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം താഴെത്തട്ടിലുള്ള ജനങ്ങളെ വരെ രംഗത്തിറക്കി അവരുടെ വീടുകളിൽ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കാതെ ഈ പോസ്റ്റർ ഒട്ടിക്കാനും ചുവരെഴുതാനും അതിൻ്റെ മറ്റ് പ്രചരണ പ്രവർത്തനത്തിലെല്ലാം ഭാഗമാവുന്ന കാഴ്ചയാണ്. നമ്മളൊക്കെ അതിൻ്റെ നേരത്തെ 5 വർഷം മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ വാർഡ് തലത്തിൽ വർക്ക് ചെയ്തതിന് അനുഭവം നമുക്കുണ്ട്. അപ്പോൾ തീർച്ചയായും പുതിയ കാലഘട്ടത്തിലെ പ്രചരണ പ്രവർത്തനത്തോടൊപ്പം തന്നെ ഈ നിലയിൽ പാർട്ടിയും മുന്നണിയും സംഘടിപ്പിക്കുന്ന പ്രചരണ പ്രവർത്തനം കൂടി വരുമ്പോൾ വലിയ അംഗീകാരം, വലിയ പ്രചാരണം നമ്മുടെ മണ്ഡലത്തിലാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഉണ്ടാകും. അതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനം പ്രത്യേകമായി ഉണ്ടാകും എന്നുള്ളതാണ്.